ഉയർപ്പിന്റെ വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളെയും എല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഭിച്ച നന്ദി പറയാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും അതോടൊപ്പം ഇന്നത്തെ വിശുദ്ധ കുർബാനയും പ്രത്യേകമായിട്ട് അർപ്പിക്കപ്പെടുന്ന എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം. കൃതജ്ഞതയുടെ ബലിയർപ്പിക്കാനായിട്ട് അണയുന്ന അൽഫോൻസ ജോസഫ്, ഷിബു വർഗീസ് എന്നിവരോട് ചേർന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഷിജി ജോൺസിനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതുപോലെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ നയിക്കുന്ന അനു ക്രിസ്റ്റി, പ്രജി ജോൺ എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ഒപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ വലിയ മഹത്വം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. അതിന്റെ ദിവ്യഫലങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങളെ ഒരുമിച്ച്
അന്ധതയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിതരും പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ഉദ്ധാനത്തിന്റെ സൗഭാഗ്യത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഈ രഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. സകലത്തിന്റെയും നാഥായ ദൈവം. അങ്ങയുടെ സത്യത്തിന്റെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ഇടയാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സൃഷ്ടാവാദവും
സർവ്വത്തിന്റെയും നാഥാ എന്നേക്കും. സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ഞങ്ങളോട് കാണിക്കുകയും ചെയ്യും. Haleluya, haleluya, haleluya. Nam pratyam
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ നിറപടയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ ഈശോയിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? ഈശോ മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദീസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദീസ സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ മാമോദീസായാൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. മിശിഹ മരിച്ചതിനു ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരാണെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം മിശിഹായോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത മിശിഹ ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും ഈശോ മിശിഹായിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മധ്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്തു ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധവും അതിന്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിന്റെ വേതനം മരണമാണ്.
ദൈവത്തിന്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ ഈശോ വഴിയുള്ള നിത്യജീവനും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാപത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലേന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെ കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിറപ്പുകൊണ്ട് മനുഷ്യരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മളിപ്പോൾ ഉയർപ്പിന്റെ തിരുക്കർമ്മങ്ങളിലേക്ക് കിടക്കുകയാണ്. താൻ അറിയിപ്പും അതേ തുടർന്ന് സമാധാന ആശംസയൊക്കെയാണ്. നമ്മളതിൻ്റെ ആ ചടങ്ങുകളിലേക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ശുദ്ധിയോടുകൂടി പ്രവേശിക്കാം. മിശിഹാ മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്തു. മിശിഹാ മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്തു. മിശിഹാ മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്തു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിന് വേണ്ടി അങ്ങയുടെ തിരുസുതനോട് പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവർണനീയമായ ദാനത്തിന് ഞങ്ങൾ അങ്ങയെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ ദൈവം. തുടർന്ന് നമ്മൾ പരസ്പരം സമാധാനം ആശംസിക്കുകയാണ്. ഒരാളുടെ മിശിഹ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അടുത്തയാള് മിശിഹ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നത് സമാധാനം ആശംസിക്കുന്നു. സഹോദരനെ, ഉദിതനായ മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. മിശിഹ ഉയർത്തെഴുന്നേറ്റു. കർത്താവേ, നിന്റെ വിശുദ്ധ ജനത്തെ ആശീർവദിക്കുകയും നിന്റെ സമാധാനം അവരിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പുരോഹിതന്മാരെയും ശിക്ഷാരന്മാരെയും സമർപ്പിതരെയും പ്രേക്ഷിതരെയും ആശീർവദിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ദരിദ്രർ, സമ്പന്നർ, കർഷകർ, തൊഴിലാളികൾ, വ്യാപാരികൾ, വ്യവസായികൾ, കുടിയേറ്റക്കാർ എന്നിവരെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവേ, ക്ലേശിതർ, ദുഃഖിതർ, പീഡിതർ, രോഗികൾ, ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവർ, മർദ്ദിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരെ ആശീർവദിക്കുകയും അവരെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. സമാധാനദാതാവായ മിശിഹായേ, രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും പൂർണ്ണമായി വ്യക്തമാക്കപ്പെടുന്ന യുഗാന്ത്യത്തിലെ പൊതു ഉയർപ്പ് ദിനത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ അവകാശത്തിൽ പങ്കുചേരുന്നതിനും നീ വഴിയായ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നതിനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ സമൂഹത്തിലും ഇന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ സമൂഹങ്ങളിലും ലോകം മുഴുവനും നിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. നിങ്ങളുടെ വിശ്വാസം എൻ്റെ വാക്കുകളാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതി 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണ്. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. നിങ്ങളുടെ വിശ്വാസം. തിരുനാളുകളുടെ തിരുനാളും ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രവുമായ നമ്മുടെ കർത്താവ് മിശിഹായുടെ ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പ്രിയ ബഹുമാനപ്പെട്ട വൈദികർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ തിരുനാളിന്റെ പ്രാർത്ഥനയും ആശംസവും അനുഗ്രഹങ്ങളും എല്ലാം നേരുന്നു. 2001 റോമൻ കൂലിയായി ധ്യാനിപ്പിക്കാൻ ഭാഗ്യസ്മരണത്തിനും വിശുദ്ധനുമായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് വിയറ്റ്നാമിൽ നിന്നുള്ള വാൻത്വാൻ എന്ന് പറയുന്ന ഒരു മെത്രാനായിരുന്നു. നീണ്ട 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട മെത്രാനായിരുന്നു ബിഷപ്പ് വാൻത്വാൻ. അന്നേ ദിവസം പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടെ കുശലാന്വേഷണത്തിന്റെ ഭാഗമായി പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാൻത്വാനോട് ചോദിച്ചു, വാൻത്വാൻ, താങ്കൾ ഇതിനെ പറ്റിയാണ് നിങ്ങളെ ധ്യാനിക്കുന്നത്? അല്പസമയത്തെ മൗനത്തിന് ശേഷം ബിഷപ്പ് വാൻത്വാൻ തന്റെ 2 കരങ്ങൾ പരിശുദ്ധ പിതാവിന്റെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, നീണ്ട 13 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ ഏകാന്ത തടവിൽ വിധിക്കപ്പെട്ടപ്പോ രാത്രിയുടെ ഇരുണ്ട ഗ്രാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ എഴുന്നേറ്റ് എന്റെ ഇടതുകൈയിൽ പ്രഭാത
വലത് കൈയിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി രക്തവും 1 തുള്ളി വെള്ളം ഒഴിച്ച് ഞാൻ ബലിയർപ്പിച്ചു. രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഇടതുകൈയിൽ പ്രഭാത ഭക്ഷണത്തിൽ ലഭിച്ച അപ്പത്തിന്റെ ഏതാനും പൊടികളും വലത് കൈയിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി വെള്ളവും ഒഴിച്ച് ഞാൻ ബലിയർപ്പിച്ചു. അപ്പോഴെല്ലാം പരിശുദ്ധ കുർബാനയിൽ ഇറങ്ങി വന്ന എന്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ വിശ്വാസം സംരക്ഷിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന്. ചുറ്റിലും പടരുന്ന ഇരുട്ടിലും കൈകളിൽ ഇറങ്ങി വന്ന പരിശുദ്ധ കുർബാന എന്നോട് സംസാരിച്ചത്, വിശുദ്ധ കുർബാനയിലൂടെ ഈശോ എന്നോട് സംസാരിച്ചത് പ്രതീക്ഷയുടെ ദിനങ്ങളെ കുറിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും നിന്ന് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഭോഷണത്തിന്റെയും പരിഹാസത്തിന്റെയും അടയാളമായിരുന്ന കുരിശിൽ മരിച്ചവൻ 3 ദിവസങ്ങൾക്ക് ശേഷം കല്ലറ പിളർന്ന് ഉദ്ധാനം ചെയ്തതിന്റെ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ഉദ്ധാനം ചെയ്ത ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളോട് എന്താണ് സംസാരിക്കുക? പ്രത്യാശയെ കുറിച്ചാണ്. പ്രത്യാശ ഉള്ളവരായിരിക്കാനാണ്. പ്രത്യാശയെക്കുറിച്ചും പ്രത്യാശയുള്ളവരായിരിക്കുവാനും ഈ ദിവസം നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്, പറയുകയാണ്. അന്നും ഇന്നും എന്നും. എന്നാൽ മനുഷ്യൻ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, മരണത്തിന്റെ അപ്പുറം എന്താണ്? മരണത്തിന്റെ അപ്പുറം എന്താണെന്ന് അന്നും ഇന്നും എന്നും മനുഷ്യൻ തിരയുകയാണ്. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം മരണത്തിനപ്പുറവും ജീവനുണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയുടെ, മരണത്തിനപ്പുറവും ജീവനുണ്ടെന്നുള്ള വലിയ പ്രതീക്ഷയുടെ സദ്വാർത്തയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് മരണത്തിനപ്പുറം എന്തുണ്ടെന്നുള്ളതിന്റെ ഒരു അന്വേഷണമില്ല. കാരണം പുനരുത്ഥാനവും ജീവനും ഞാനാണെന്ന് പറഞ്ഞവൻ തന്നെ തന്റെ ജീവിതത്തിലൂടെ അടയാളപ്പെടുത്തി കാണിച്ചു തന്നു. മരണത്തെ, സാത്താനെ, ഒപ്പം തിന്മയെ ഉയർത്തെഴുന്നേറ്റ് തിന്മയെ പരാജയപ്പെടുത്തി തന്റെ ജീവിതത്തിലൂടെ ഒരു ഉദ്ധാനം എന്ന ദൈവിക സത്യത്തെ നമുക്ക് പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിനം നമുക്ക് നൽകുന്ന ഏറ്റവും ആദ്യത്തെ സന്ദേശം അത് പ്രതീക്ഷയുള്ളവരാണ്. അതുകൊണ്ട് പ്രത്യാശയുള്ളവരാകാം, പ്രതീക്ഷയുള്ളവരാകാം. ഒന്നോർത്ത് നോക്കാം, ഈ ദിവസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും പരിഭവത്തിലൂടെ കടന്നു പോകുന്നവരാകുന്നില്ല. ചിലപ്പോൾ നിരാശയിലേക്ക് പോകുന്നില്ലേ? ചില സമയം പരിഭവത്തിൽ നിന്ന് നിരാശയിലേക്ക്, നിരാശയിൽ നിന്ന് അല്പം കൂടി കടന്ന് ഒരുപക്ഷെ ജീവിതം ഒന്ന് തീർത്തു കളയാമെന്ന് പോലും ചിന്തിക്കുന്നവർ നമ്മളില്ലേ? എന്താണ് സംഭവിച്ചത്? എവിടെയാണ് കാണുന്നത്? ഒരുപക്ഷെ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ കുറവും ബോധ്യത്തിന്റെ കുറവുമല്ലേ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, ജീവിതത്തിന്റെ ദുഃഖവെള്ളിയാഴ്ചകളിലൊക്കെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾക്കിടയിൽ 3 ദിവസങ്ങൾക്ക് ശേഷം ഇവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന വിശ്വാസത്തിന്റെ ബോധ്യത്തിന്റെ കുറവല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പറയുന്നുണ്ടല്ലോ, പ്രത്യാശ നമ്മളെ നിരാശരാകുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാകുന്നില്ല. മറക്കാതിരിക്കണം, ക്രിസ്തു നമുക്കിന്ന് ഓർമ്മിപ്പിച്ചു തരുന്ന ഈ ദിവസത്തിന്റെ സന്ദേശം ഇതാണ്. എങ്കിൽ ഞാൻ കൂട്ടിച്ചേർത്ത് പറയും, ചിലർക്ക് 3 ദിവസമാണ്, ചിലർക്ക് 30 ദിവസമാണ്, ചിലർക്ക് 300 ആവും, ചിലർക്ക് 3000 ആവും. പക്ഷെ ഉദ്ധാനം ചെയ്ത ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ഓർമ്മ പ്രിയപ്പെട്ടവരെ ജീവിച്ചു കടന്നു പോകുമ്പോൾ നഷ്ടബോധം വന്നവരെ പോലെ ആയിപ്പോകുന്ന സാഹചര്യങ്ങളിൽ വചനമെടുക്കുകയും ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഓർമ്മ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്തില്ല. രണ്ടാമതായിട്ട് ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? രണ്ടാമതായി ഈ ഉയർപ്പ് തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം, ഈ ദിവസം നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശത്തെ കുറിച്ച് പറയുമ്പോൾ മുൻപ് ഒരു ചോദ്യം ചോദിക്കാം. ഉദ്ധാനം ചെയ്ത ക്രിസ്തു അനേകം തവണ ബൈബിളില് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. അനേകം തവണ ഉദ്ധാനം ചെയ്ത ക്രിസ്തു പലർക്കായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഈശോ എന്താണ് ഈ ലോകത്തോട് സംസാരിച്ചത്? അതുകൊണ്ട് ഉദ്ധാനത്തിന്റെ സന്ദേശം പരസ്പരം സമാധാനം കൈമാറണം എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപക്ഷെ ഈ തിരുനാളിന്റെ കർമ്മങ്ങൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും കെട്ടിപ്പിടിക്കുന്നു, ചിന്തിക്കുന്നു, അല്ലെ ഹാപ്പി ഈസ്റ്റർ നമ്മൾ സസന്തോഷം കൈമാറണം.
അല്ലെങ്കിൽ നമുക്കറിയാം സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലും ഈ ഉത്ഥാനത്തിന്റെ അവതരണങ്ങൾ നമ്മൾ കാണാം. പക്ഷേ ക്രിസ്തു ഇതാണ് സംസാരിക്കുന്നത്. ആദ്യം സംസാരിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾക്കിടയിൽ തന്നെ ഭിന്നതയുണ്ട്. ഒരാൾ കൊണ്ട് സമാധാനം, കുറെ പേര് കൊണ്ട് സമാധാനമാണ്, ഒരാൾ കൊണ്ട് ഭയപ്പെടേണ്ടതാണ്. നമുക്കറിയാം ബൈബിളിൽ ക്രമീകരിച്ചിരിക്കുന്ന മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷം എന്നിങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ് ശവകുടീരം സന്ദർശിച്ച് മടങ്ങി വന്ന സ്ത്രീകളോട് ഇപ്പോൾ ഈ സ്ത്രീ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു. 28:10 പറഞ്ഞു, ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ് ഓർക്കണം. ഭയപ്പെടേണ്ട. രണ്ടാമത്തെ സുവിശേഷം മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോ എന്തെങ്കിലും പറഞ്ഞു? രണ്ടാമതൊരു സുവിശേഷം ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും പറഞ്ഞില്ല? ഒന്നും പറഞ്ഞില്ല. ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളെല്ലാം വായിച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഈശോയുടെ ഉത്ഥാനത്തെ കുറിച്ച് സ്ത്രീകൾ തന്റെ ശിഷ്യന്മാർക്ക് പറയും ഒരു കാര്യം പറയുന്നുണ്ട്: കേട്ടവന്മാരൊന്നും ഇതിനെക്കുറിച്ച് വിശ്വസിച്ചിട്ടില്ല. അങ്ങനൊരു സാഹചര്യം കൂടെ വൈകിട്ടപ്പെട്ടു. എന്നാൽ അതിനുശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ഉത്ഥാനം ചെയ്ത ഈശോയുടെ മർക്കോസിന്റെ സുവിശേഷത്തിലെ വാക്കുകൾ. അവയെ നോക്കാൻ ഒരു ദൗത്യം കൊടുത്തിരിക്കുകയാണ്. 3 ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം മുഴുവൻ ഈ ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതാണ്. സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ ഈശോ ഒന്നും സംസാരിക്കുന്നില്ല. 24-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട്. വലിയ ബൈബിളിന്റെ ചരിത്രങ്ങൾ മുഴുവൻ അവിടെ ഈശോ ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശിഷ്യന്മാർക്ക് മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞ വാക്യത്താണ് നിങ്ങൾക്ക് സമാധാനം. എങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 20-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഈശോയെ കല്ലറയിൽ അടയ്ക്കപ്പെട്ട ഈശോയെ സന്ദർശിക്കുവാൻ പോകുന്ന മഗ്ദലനാമറിയവും മറ്റു സ്ത്രീകളും ഇതിന് ശേഷം പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും കാവൽ നിന്നവർ ഇവരോട് പറയുന്നുണ്ട്, അവരോട് ഇരിക്കാൻ അങ്ങനെയുള്ള വിശേഷങ്ങൾക്കെല്ലാം ശേഷം ഈശോ അവരോട് പറയുന്നൊരു വാക്കുണ്ട്: സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ നീ എന്തിനാ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? 4 സുവിശേഷങ്ങളിലും ഉത്ഥാനത്തിന്റെ സംഭവങ്ങൾക്കിടയിലൂടെ ഉത്ഥാനത്തിന്റെ സന്ദേശം നൽകുന്നത് ഇപ്രകാരമാണ്: ഒന്ന് ഭയപ്പെടേണ്ട, നീ എന്തിനാണ് കരയുന്നത്? സമാധാനം നിന്നോടുകൂടെ. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ഉത്ഥാനത്തിന് ശേഷം ആരെയെല്ലാം കണ്ടോ, ക്രിസ്തുവിനെ കാണാൻ ആരെല്ലാം ചെന്നോ, അവരോടെല്ലാം ക്രിസ്തു സംസാരിക്കുന്ന സംവദിക്കുന്ന വാക്ക് ഇത് പറഞ്ഞുകൊണ്ടാണ്. ഒറ്റ വാക്കിൽ നിങ്ങൾ പറഞ്ഞത് തന്നെ ചുരുക്കാം: ഉത്ഥാന തിരുനാളിന്റെ ഉയർപ്പ് തിരുനാളിന്റെ ഈ ദിവസത്തിന്റെ 2ാമത്തെ സന്ദേശം അത് സമാധാനത്തിന്റെ സന്ദേശമാണ്. എന്തോരം സമാധാനം നമുക്കുണ്ട് എന്ന് ചിന്തിക്കാവുന്ന ദിവസമാണ്. ഹൃദയത്തിൽ സമാധാനം, കുടുംബത്തിൽ സമാധാനം, ഞാൻ ആയിരിക്കുന്ന ഇടത്ത് സമാധാനം എത്രത്തോളം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ദിവസം ചിന്തിക്കട്ടെ. ഒപ്പം പ്രതീക്ഷയെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നമുക്ക് ഒരു മടിയുമില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം ഓർത്തു നോക്കണം എത്രത്തോളം പ്രതീക്ഷയുണ്ട്, എത്രത്തോളം സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. മിക്കവാറും ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ജോലികളൊക്കെ മാറ്റി പള്ളിയിൽ വരുന്നതല്ലേ. ഈ സിറോമല കുർബാനയിൽ എത്ര തവണ ഈ ആശീർവാദമുണ്ട്? സമാധാനം നിങ്ങളോട് 5 പുതിയത് എല്ലാം ചേർത്തോ? 3 അതൊന്നും ചോദിക്കുന്നത്. കാരണം നമ്മുടെ വിശ്വാസമാണ് ഞാനും പരിസ്ഥാനത്തിൽ കുറ്റമാണല്ലോ. എങ്ങനെ എഴുതാണെങ്കിലും ശരി. സുവിശേഷം എടുത്ത് ആശ്രയിക്കുമ്പോൾ എന്താ പറയുന്നത്? സമാധാനം കൂടെ. അതിനുശേഷം സമാധാനം ആശംസ കൈമാറുന്ന സമയത്ത് ഇത് തന്നെയാണ് പുരോഗതി ആശംസിക്കുന്നത്: സമാധാനം നിന്നോടുകൂടെ. പരിശുദ്ധ കുർബാന അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈശോയുടെ ശരീരരക്തങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് മുൻപ് പുരോഗതി ആശ്രയിക്കും: സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങനെ 3 തവണ ഈ സമാധാനാശ്വാസം നൽകുന്നുണ്ട്. കാരണം ഇന്ന് ആഘോഷിക്കുന്ന ഉത്ഥാന തിരുനാളിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമ്മൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്നും എല്ലാ ദിവസവും സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഈ ആശംസ നമുക്ക് ഇപ്രകാരം നൽകുന്നത്. എന്താണ് സമാധാനത്തിനോടുകൂടെ? അച്ഛൻ പറഞ്ഞ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു.
സത്യമായി അവൻ ഉയർത്തെഴുന്നേറ്റ്. എന്തിനാ പറഞ്ഞത്? എന്താണ് ഇതുകൊണ്ട് അർത്ഥം? ഇപ്രകാരം കരങ്ങളിൽ ഇപ്രകാരം വിളിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് പറയുക, സമാധാനം നിന്നോടുകൂടെ. നീ ഭയപ്പെടേണ്ട, നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നതെന്നും എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, സമാധാനം നിന്നോടുകൂടെ. മരണത്തെയും അതിജീവിച്ച് മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റാണ് നിന്നോടുകൂടെയുണ്ട്. അതുകൊണ്ട് സ്ത്രീയെ നീ കരയണ്ട എന്ന് പറഞ്ഞ് ക്രിസ്തു പറയുന്നത് പോലെ തന്നെ അടുത്ത് നിൽക്കുന്നവനോട് നീ പറയുക, സമാധാനം നിലനിൽക്കട്ടെ. എത്രത്തോളം ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സമാധാനം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനിയും സമാധാനാശംസ നമ്മൾ കൊടുക്കും പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉദ്ധാനത്തിന്റെ ഈ ദിവസം, ഉദ്ധാനത്തിനുള്ള ആഘോഷിക്കുന്ന ഈ ദിവസം ഇടത്തും വലത്തുമൊക്കെ നിൽക്കുന്നവരുടെ കരങ്ങളിൽ പിടിച്ചിട്ട് എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം ആശീർവദിക്കണം, ആശംസിക്കണം, പറയണം. എന്താ? സമാധാനം എന്നോട് കൂടെ. കൊടുക്കുന്നവർക്ക് തോന്നണം, കൊടുക്കുന്നവന് തോന്നണം, ഞാൻ എന്തോ അടുത്ത് നിൽക്കുന്നവൻ കൊടുത്തു. സ്വീകരിക്കുന്നവൻ തോന്നണം, ഞാൻ എന്തോ സ്വീകരിച്ചു. അപ്രകാരമായിരിക്കണം നീ അടുത്ത് നിൽക്കുന്നവരെ ആശംസിക്കേണ്ടത്, അടുത്ത് നിൽക്കുന്നവരെ ആശീർവദിക്കേണ്ടത്. ക്രിസ്തുവിന്റെ സമാധാനം നിന്നോട് കൂടെ ഉണ്ടാകട്ടെ. അതിന് ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം. എങ്കിലാണ് എനിക്ക് ആശംസിക്കാൻ സാധിക്കുക. നമ്മൾ പറയാറില്ലേ, ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റും, ഉള്ളവനെ കൊടുക്കാൻ പറ്റും. ക്രിസ്തുവിന്റെ സമാധാനം എത്രത്തോളം എന്നെ പ്രിയപ്പെട്ടവർ, എത്രത്തോളം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ നയിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത മാത്രമാകട്ടെ ഈ ദിവസം നമുക്ക് ഉണ്ടാകുന്നത്. നീ അതല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്നുള്ളൊരു പേര് മാത്രമേ നമുക്കുള്ളൂ. അത് മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ജെറുസലേമിലായിരിക്കാൻ ലഭിച്ച വലിയ സന്തോഷമൊക്കെ നമുക്കുണ്ടാകണം. ക്രിസ്തു നടന്ന വഴിയും ക്രിസ്തു ജീവിച്ച വഴിയും ക്രിസ്തു മരിച്ച ഇടവും ക്രിസ്തു ഉദ്ധാനം ചെയ്ത ഇടത്തും ആയിരിക്കാനൊക്കെ ലഭിച്ചതിന്റെ ഈ അനുഗ്രഹം സ്വന്തമാകാനും അതിനെക്കുറിച്ചൊരു ധ്യാനവും ചിന്തയും ഒക്കെ എപ്പോഴും നമുക്കുണ്ടാകേണ്ടതും അനേകർ ആഗ്രഹിക്കുന്നുണ്ട് ഈ നാട്ടിൽ നയിക്കാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പ്രത്യേകമായ ദൈവം തിരഞ്ഞെടുത്ത് നമ്മളെ ഈ നാട്ടിലിരിക്കുമ്പോൾ ഈ നാട്ടിലൂടെ ക്രിസ്തു കടന്നു പോവുകയും ക്രിസ്തു ജീവിക്കുകയും ക്രിസ്തു ഉദ്ധാനം ചെയ്യുകയും ചെയ്തതിന്റെ ആ രഹസ്യങ്ങളെ ധ്യാനിക്കാനും കൂടി നമുക്ക് കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, പല വർഷങ്ങളിലായി വിശുദ്ധ വാരത്തിന്റെ പുണ്യ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 50 ദിവസത്തെ നോമ്പെടുത്തിട്ടുണ്ട്, ചില 10 ദിവസം കൊണ്ട് പൊട്ടിപ്പോയിട്ടുള്ളവരാണ്. എങ്കിലും ഞങ്ങളോട് പറയുക, നിങ്ങൾ എടുത്തിരിക്കുന്ന നോമ്പിന്റെ എല്ലാ ചൈതന്യങ്ങളുടെയും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും ഈ ക്രിസ്തുവിനോടുള്ള സേവനത്തിന് വേണ്ടി നിങ്ങൾ എന്തെല്ലാം ഈ ദിവസങ്ങൾ ചെയ്തിട്ടുണ്ടോ അവയ്ക്കെല്ലാം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും അതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെയും ക്രിസ്തു സമാധാനം നൽകുന്നവനാണെന്നുള്ള ഓർമ്മയോടെയും ജീവിക്കണമെന്നുള്ളതിനെ ഇവരെ നമുക്ക് ജീവിക്കാൻ പ്രതീക്ഷയില്ലാതെയും അല്ലെങ്കിൽ സമാധാനമില്ലാതെയുമാണ് ജീവിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഈ വർഷത്തെയും ആഘോഷമായി മാത്രം അവശേഷിക്കും. അതല്ല, വചനത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും ഭവനങ്ങളെയും നിയോഗങ്ങളെയും ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ ഉദ്ധാനം ചെയ്ത ഈശോ അനുഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ സാധാരണ പെരുന്നാൾ ഒരുക്കമായിട്ട് ദുഃഖശനിയാഴ്ചകളിൽ വലിയ ശനിയാഴ്ചകളിൽ പുതുവെള്ളം വെഞ്ചരിച്ച് മാമോദീസ പ്രധാന നവീകരണം നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മളതുകൂടെ ഇന്നത്തെ കുർബാനയിൽ വെള്ളം വെഞ്ചരിച്ച് നമ്മൾ ആ ഒരു വിശ്വാസമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു തീർപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മാമോദീസയുടെ ആദരൂപമായി ജോർദാനിലെ ശിശു മാമോദീസ സ്വീകരിച്ചപ്പോൾ അവിടുത്തെ മേഖല വിശ്വസിച്ചവരും ഞങ്ങളുടെ പഴയ പ്രകൃതിയെ നവീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ആവസിച്ചതിനെ വിശുദ്ധീകരിക്കട്ടെ. ആത്മാവിനെയും ശരീരത്തെയും പൗത്രീകരിക്കാനും ജീവിതം നവീകരിക്കാനുമുള്ള ശക്തി അവിടുന്ന് ഈ ജലത്തിന് പ്രദാനം ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും
നൽകുകയും അവരുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസം ഒപ്പം പാലിക്കാൻ നിത്യസൗഭാഗ്യം നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. തുടർന്ന് നമ്മൾ മാമോദീസ നവീകരണം നടത്തുകയാണ്. നമ്മൾ ഏറ്റുചൊല്ലുന്ന നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഓരോ വിശ്വാസ സത്യങ്ങളും ചോദ്യങ്ങളായിട്ട് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും ഇവങ്ങൾക്കെല്ലാം പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനുമേ കർത്താവുമായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുമെന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും വിശ്വസിക്കുന്നു. മനുഷ്യരായ വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസമായി എഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവ് വലതുഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വൈര്യവും സാർവത്രികവുമായ സഭയിലും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിലും ഉയർപ്പിലും നിത്യായുസ്സിലും വിശ്വസിക്കുന്നു. നാം ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് തുടർന്നും ജീവിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമ്മൾ ഉറക്കെ ഏറ്റുചൊല്ലുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ വഴി ഞങ്ങളെ രക്ഷിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അഭിഷേകവും വഴി ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് ദൈവത്തിന്റെ മക്കളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും സഭയിലെ അംഗങ്ങളുമായി ഞങ്ങളെ ഉയർത്തിയതിന് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. പാപവും പാപമാർഗ്ഗവും ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസൃതമായി ജീവിതം നവീകരിക്കാനും ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഒപ്പമായി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗ്ഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായേ, നിന്റെ ധ്യാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ ഞാൻ നൽകുന്നത് എന്നുള്ള ചെയ്ത മിശിഹായേ, നിന്റെ വേർപിൽ സമാധാനത്തിന് ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനം നൽകുകയും ചെയ്ത മിശിഹായേ, നിന്റെ ധ്യാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായേ, ഞങ്ങളെ നിന്റെ ജീവിതത്തിലെ വേദനകളും പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെ, മേജർ ആർച്ച് ബിഷപ്പ് മെത്രാന്മാരുടെയും അവരുടെ ശുശ്രൂഷകളുടെയും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉദ്ധാന രഹസ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ എടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ ശാന്തിയിലും സമാധാനത്തിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും നിന്റെ കൃപയാൽ നൽകുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിന്റെയും നാഥായ ദൈവം. സ്വീകരിക്കുകയും ഞങ്ങളുടെ അടയാളത്താൽ ചെയ്തവൻ ഭക്തിയോടും സത്യയോടും വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. Shiva
പരിശുദ്ധനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭക്തന്മാരെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരൻ ഈ കുർബാനയുടെ കരുണ പൂർത്തിയാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും ഭാവിയുമായിട്ടും ഞങ്ങളെ കരുണയാഗ്രഹത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനത്തിന്റെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹതകൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിവരുകയും അവിടെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദാശം ചെയ്യപ്പെടുന്ന പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഹൃദയയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ.
പരിശുദ്ധരുടെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അനുഗ്രഹമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ ക്രോവന്മാരോടും ശ്രാവന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഈ സ്വർഗീയ ഞങ്ങളോടുകൂടെ ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ വിളിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നാമപ്രതിഷ്ഠിക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്രമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവരാജ്യങ്ങളെ
നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി അങ്ങയുടെ സമർത്ഥമായ ഗ്രഹത്താൽ മാത്രമണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ ഉയർമധ്യസ്ഥ പാത്രിയാർക്കീസിനും മിത്രാന്മാർ, പുരോഹിതന്മാർ, പ്രശംസാരാമാർ, സമർപ്പിതന്മാർ, പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ വിധം ജീവിതം നയിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഇവർ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണം. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചതും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധമായ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും നൈർമല്യവും വിശുദ്ധിയും പഠിപ്പിച്ച എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും മഹനീയവും ഭയഭക്തജനവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ യാതൊരുപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നൽകട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിനുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയുള്ള ആരോപണം സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത് വിധവനോട് ദയ തോന്നണമേ.
കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗർഭവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കൂ. ഞങ്ങളുടെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശരീരമൂലമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപ നിർവാഹനത്തോടെ അപരാധനത്തിന് തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചും സഹോദരനെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അഗ്നികൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന വിശ്വസിക്കാരുടെ പാവനം അവിടുത്തെ സമ്പൂർണ്ണമാകട്ടെ. ജനങ്ങളെ ഒരുങ്ങി കർത്താവിനെ പാടി പുകഴ്ത്താം. വിശുദ്ധയുടെ ദിവസം അനുകൂലമായിരിക്കുകയും സാധാരണ കേൾക്കുകയും ചെയ്തു. സകലത്തിന്റെയും മേൽ ധ്യാനം പോലെ നടത്തി നാഥൻ രക്ഷകമായ അവിടുത്തെ പരിശുദ്ധൻ എന്ന് പാടി പുകഴ്ത്താം. തന്റെ ശരീരരക്തങ്ങളോട് നമ്മെ പരിപോഷിപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിലേതായ പറയുവാൻ നമ്മുടെ അന്തരങ്ങൾ തീർത്തും അവരെ അർത്ഥങ്ങളാണ്. വിശുദ്ധാരണത്തെ നമുക്ക് നൽകപ്പെട്ടു. രക്ഷപ്പെടുത്തിൽ നമ്മൾ നിലനിർത്തം ചെയ്യപ്പെട്ട ഇതാ അക്ഷയങ്ങളുടെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്നു. സഹോദരവരെ ഭക്തിയാദരങ്ങളോടെ നമുക്ക് അവയെ സമീപിക്കാം. Thank you.
അടുത്ത കുർബാന ഉച്ചയ്ക്ക് 2 മണിക്കായിരിക്കും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ അവസാനം ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ആരാധന സമർപ്പത്തിൽ സഹായിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഇന്ന് ഏൽപ്പിച്ച അച്ഛനെയും അതോടൊപ്പം തന്നെ നൽകിയ ജീനത്തിനെയും നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ചകളിൽ നമ്മുടെ താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാരെയും സഹോദരിയെയും സ്റ്റീഫിനെയും അതോടൊപ്പം തന്നെ ഷെറോണിനെയും ടിസിയെയും അതുപോലെ ഡാലിസിനെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇവർ തന്നെയാണ് നമുക്ക് ഇന്നലത്തെ കാവേരിയിലെ ജനസഭയിലെ ശുശ്രൂഷകൾക്കും വളരെ സുലഭമായ സേവനം ചെയ്ത് കൂടി ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ കഞ്ഞി നൽകിയ നമ്മുടെ കഞ്ഞി നൽകിയ ഷിജോയെയും സായേഷിനെയും അതുപോലെ ജിജിനെയും കൊടുത്തിട്ടുണ്ട്. ഇവർ 3 പേരാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കൊടുത്ത എല്ലാവരെയും എന്നോടുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നമുക്ക് കുർബാനയ്ക്ക് ശേഷം മാനവങ്ങളുടെ മുട്ട വിതരണം ചെയ്യുന്ന ഈസ്റ്റർ മുട്ട ജില്ലയിലാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതിനെയും എന്നോടുകൂടി ഓർമ്മിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ പോവുകയാണ്. എൻ്റെ സാന്നിധ്യത്തിൽ ടീനേഴ്സിനായിരിക്കും പല കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത്. നിരാശാണെങ്കിൽ ടീനേഴ്സിനോട് പറഞ്ഞു മതിയാകും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ തിരുനാൾ മുതൽ വിട്ടുപോയതല്ല പക്ഷേ അവസാന ഞായറാഴ്ച മുതൽ നമ്മൾ പ്രാക്ടീസ് എടുത്ത അവസാന ഞായറാഴ്ചയും അതുപോലെ പ്രസംഗാഴ്ചയും ഇന്നലെ ഗത്സമനിയിൽ അശ്വനാഥോടെ സംയുക്തമായിട്ടും നാളെയും മനോഹരമായ കാര്യങ്ങൾ ആരംഭിച്ച് നമ്മുടെ ആരാധന സഹോദരിമാർക്ക് പ്രത്യേകമായിട്ടും അഭിനന്ദനങ്ങളും ഈ അർപ്പിക്കുകയാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച് പ്രാക്ടീസ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓർമ്മിക്കുന്നു. അങ്ങോട്ടച്ഛനുമാണ് എൻ്റെതായ ഗുണങ്ങൾ കാണാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു. ാരുടെ കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഈ ശുദ്ധ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീക്കി ഞങ്ങളെ പങ്കാരാക്കി. തിരഞ്ഞെടുക്കത്താൽ രക്ഷിക്കപ്പെട്ട സത്യങ്ങളിൽ ഞങ്ങൾ നിന്റെ അനന്തകാലത്തിൽ നിന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പിതാവായ ഞങ്ങളുടെ കർത്താവേ, എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ
എങ്കിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രതിതാപൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഉദ്ധാനത്തിനോട് മനുഷ്യവംശത്തെ മുഴുവനാനന്ദത്തിൽ ക്ഷമിച്ചുക. സഭയിലൊന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാധാരണയും മരണത്തെ പരാജയപ്പെടുത്തുകയും പാപകടങ്ങളിൽ നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ബുദ്ധിതനായ വിശുദ്ധായുടെ സമാധാനം നമ്മിൽ നിന്നും വസിക്കട്ടെ. വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനും ഉദ്ധാന രഹസ്യമെല്ലാവരോട് പ്രഘോഷിക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവദായകമായ രഹസ്യങ്ങളാൽ സന്തുഷ്ടരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബുദ്ധവെള്ളം ആവശ്യമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം. കുട്ടികളുടെ സൈഡിൽ